കേട്ടോളിങ്കോതേരെ കൂട്ടർ പൊന്നാനി തങ്കമ്മ ചെയ്യുന്ന ന്യായമേ എന്ത് കുടുംബങ്ങളെ തോൽപ്പിച്ച ഒരു സ്വത്തുണ്ടാക്കാൻ അഹങ്കാരമേ പാവങ്ങൾ അധ്വാനവാരങ്ങൾ പേറുന്നു സാധ്യമില്ലാത്ത മരങ്ങളും പേറുന്നു തൊഴിലാളി എട്ടാളും തപ്പിട്ട് കോരുന്നു വെള്ളം പറ്റുന്നില്ല കണ്ടാലും ശാങ്കി എണീക്കുന്നില്ല. പൊന്നാനി എന്നത് ചരിത്രത്തിൽ ഏറെ പ്രാധാന്യം നിൽക്കുന്ന ഒരു പ്രദേശമാണ്. ഒരുപക്ഷെ കോഴിക്കോട്ടിനും മുമ്പ് തന്നെ പൊന്നാനി ഉണ്ടായിരിക്കണം. ആ പേര് കുറച്ചുകൂടി ലേറ്റസ്റ്റ് ആണെങ്കിലും അതിനെ പൂർവ്വകാല ചരിത്രത്തിൽ BC-കളിൽ ഇത് അറിയപ്പെടുന്നത് തിണ്ടിസ് ആണെന്നുള്ള അഭിപ്രായമാണ് മിക്ക ചരിത്രകാരന്മാരും പുലർത്തുന്നത്. അങ്ങനെയാണ് അത്രേ പൊന്നാനി എന്ന് പേര് ലഭിക്കാൻ കാരണം. മറ്റു പല കാരണങ്ങളുണ്ട്. പക്ഷേ അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം അറബികൾ ആദ്യമായി പൊന്നാണയം പ്രചരിപ്പിച്ച പ്രദേശമായതിനാലാണ്. ഈ കപ്പലുകളുടെ കാറ്റിൻ്റെ ഗതി കണ്ടതോടുകൂടി പൊന്നാനി ഒരു പ്രമുഖ തുറമുഖ പട്ടണമായി വികസിച്ചു. തമിഴ്നാടുകളിൽ നിന്നൊക്കെ ചരക്കുകൾ വന്ന് അത് പൊന്നാനിയിൽ കേന്ദ്രീകരിച്ച് പൊന്നാനി ഒരു തുറമുഖ ഹബ്ബായി തീർന്നു. അപ്പോൾ തുടർന്ന് ഈ ചരക്കുകളൊക്കെ ഇവിടെ നിന്ന് വിവിധ പ്രദേശങ്ങളിലേക്ക് കയറ്റി പോകാൻ വേണ്ടി ചെറിയ പായക്കപ്പലുകൾ, ആ പായക്കപ്പലുകൾക്കാണ് നമ്മൾ പത്തേമാരി ഉരു എന്നൊക്കെ പറയാം. ഞങ്ങൾ നാടൻ ഭാഷയിൽ അതിന് പറയൽ ബോംബെ മഞ്ചി എന്നാണ് പറയൽ. മലബാറിൻ്റെ തന്നെ കയറ്റിറക്കിൻ്റെ ഒരു പ്രധാന ഹബ്ബായി കോഴിക്കോടിനൊപ്പം പൊന്നാനിയും മാറി. പക്ഷെ അതേസമയം പ്രാദേശികമായിട്ട് ഉരുവാണ് കച്ചവടത്തിൻ്റെ പ്രധാനമായി. ഉരു ജനങ്ങളെ കൊണ്ടുപോകാനും അതോടൊപ്പം കച്ചവടം. എപ്പോഴാണ് ഉരു വരിക എന്ന് പറഞ്ഞാൽ അതിൽ സാധനങ്ങൾ വരും. അപ്പോൾ ഇവിടെ നമുക്ക് കരയിൽ നിന്ന് സാധനം വന്നിട്ട് വേണമല്ലോ. ഇപ്പോൾ ദ്വീപിലുള്ളവർക്കും അതുപോലെ ഇവിടുന്ന് കയറ്റുമതി അയക്കുന്ന സാധനങ്ങൾ കിട്ടിയിട്ട് വേണം ഇംഗ്ലണ്ടിൽ വരെ അവരുടെ ജീവിതം തുലനപ്പെടുത്താൻ. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ഉരു കാത്തു നിൽക്കുക എന്നുള്ളത് അന്നത്തെ ഒരു വലിയൊരു സംഭവമായിരുന്നു. കാരണം ഉരു വന്നില്ലെങ്കിൽ ജീവിതമില്ല. ആ രീതിയിലായിരുന്നു അന്നുണ്ടായിരുന്നത്. പന്ത്രണ്ടാമത്തെ വയസ്സിൽ ഞാൻ മഞ്ചി ഉരു പോയി. ഉരുവിൽ അത് പായ്ക്ക് ഓടുന്ന ഉരുവാണ്. പായ് കാറ്റുണ്ടെങ്കിൽ മാത്രമേ ഓടൂ, എല്ലാം ഓടില്ല. അപ്പോൾ അതിനിങ്ങനെ ബൊമ്പായി കോഴിക്കോട് നിന്ന് ചരക്ക് കയറ്റി ബൊമ്പായിക്ക്, കോഴിക്കോട് നിന്ന് പണിസ്ഥലം കയറ്റിയിട്ട് ബൊമ്പായിക്ക്, ബേപ്പൂരിൽ നിന്ന് മരങ്ങൾ കയറ്റിയിട്ട് ബൊമ്പായിക്ക് 10 ദിവസം കൊണ്ട് എത്തണുണ്ട്, 12 ദിവസം കൊണ്ട് എത്തണുണ്ട്. ചില സമയത്ത് എതിർ കാറ്റാണെങ്കിൽ മാസങ്ങൾ പിടിച്ചു. പാവന്മാരാവും കാലം പാരമ്പര്യമായിട്ട് അടുത്ത് വന്നുള്ള ജോലിയാണത്. അതായത് പൊന്നാനി അഴീക്കലാണ് നമ്മളെ സ്ഥലം. ഈ അഴീക്കൽ ഇപ്പോഴാണ് ഈ മീൻപിടുത്ത ബോട്ടുകൾ വന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പ് ഞങ്ങളെ കാരണന്മാരെല്ലാം എടുത്ത് വന്നുള്ള പണി ഈ ഉരുവിൻ്റെ പണിയാണ്. ഉരു എന്ന് പറഞ്ഞാൽ മഞ്ചിപ്പണി, ലാഞ്ചിപ്പണി എന്നെല്ലാം പറഞ്ഞ പണിയാണ്.
പായ്ക്ക് കാറ്റിന് ഓടിയതാണ്, ഇഞ്ചിനില്ല. കാറ്റിക്കാണ് അന്ന് ബോംബെയിലേക്കെല്ലാം പോണത്. ചിലപ്പോൾ 1 മാസം പിടിക്കും, ചിലപ്പോൾ 2 ആഴ്ച കൊണ്ട് ബോംബെ ഇവിടുത്തെ കിട്ടും. എന്നിട്ട് അവിടെ നിന്ന് അത് ചരക്ക് അവിടെ കാലിയായിട്ട് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങൾ ഉപ്പ് കയറ്റി വരും. സംഗതി ബോംബെയിൽ ഉപ്പ് ഉണ്ടാക്കുന്ന സ്ഥലം തന്നെ ഉണ്ട്, ട്രോംബെ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ഇത് കിലോമീറ്റർ കണക്ക് സ്ഥലമുള്ളതാണ്. ലോഡ് ഇറക്കിയാൽ പിന്നെ അവിടുന്ന് പകരം ലോഡ് ഇങ്ങോട്ട് കയറ്റും. ഈ 1.25 ലക്ഷം ഓടിയിട്ട് അങ്ങോട്ട് പോയിട്ട് 11,000 ഈത്തപ്പായസാക്കിയിട്ട് നമ്മളിവിടെ വന്നത് 50 കിലോമീറ്റർ ചാക്ക് കിട്ടും ഇവിടെ വന്നത്, മുംബൈ വന്നത്. അപ്പോൾ ആ സമയത്ത് അത് കയറ്റി ഇതെല്ലാം എല്ലാം ലോഡായി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾക്കുള്ള സാധനങ്ങൾ, ബ്യൂട്ടി പാർലറിൻ്റെ സാധനങ്ങൾ നമ്മൾ വാങ്ങും. കുട്ടികൾക്കുള്ള വസ്ത്രങ്ങൾ, കൊട, സോപ്പ്, മറ്റേ ബൊമ്പായി നിന്നാണ് സുറുമ ഉണ്ട്, സുറുമിടലുണ്ടല്ലേ, അതെല്ലാം വാങ്ങും. അങ്ങനെ പല സാധനങ്ങളെല്ലാം വാങ്ങും, അവിടുന്ന് വാങ്ങും. ഇവിടുന്ന് പൊന്നാനിലൊന്നും കൂടുതൽ ഗൾഫുകാരൊന്നുമില്ല. പൊന്നാനി മാത്രമല്ല, എല്ലാ സ്ഥലത്തും ഒരു 75-ൻ്റെ ശേഷമാണ് ഗൾഫുകാർ കൊണ്ട് അമ്മ മുട്ടിയത്. അതിൻ്റെ മുമ്പ് ഗൾഫൊന്നുമില്ല. അപ്പോൾ നമ്മളിവിടെ കൊണ്ടുവന്നാൽ ഈ ഷർട്ടിൻ്റെ ശീലകൾ ബോസ്കി ഏറ്റിട്ടുണ്ടെല്ലാം ഇവിടെ വിൽക്കും. കുറഞ്ഞ കായിൽ ലാഭത്തിനെല്ലാം വിറ്റിട്ട് അതെല്ലാം ഉണ്ടാകും. പൊന്നാനിയെ പോലെ തന്നെ ബേപ്പൂർ, കോഴിക്കോട്, പിന്നെ കാസർഗോഡ്, ഇങ്ങനെ തുടങ്ങിയ പല തീരപ്രദേശങ്ങളുണ്ടെങ്കിലും ഈ തൊഴിലാളികൾ അധികവും പൊന്നാനിക്കാരായിരുന്നു. അവിടെയൊക്കെ ആ പ്രദേശത്ത് പത്തേമാരികൾ, മുതലാളിമാരുണ്ടെങ്കിലും അതിനെയൊക്കെ നിയന്ത്രിച്ചത് പൊന്നാനിക്കാരായിരുന്നു. പൊന്നാനിക്കാരായ സ്രാങ്കന്മാരും ഗ്ലാസികളൊക്കെ ആയിരുന്നു. പ്രധാനമായിട്ട് ഇതിനെ നിയന്ത്രിച്ചിരുന്നത് സ്രാങ്കന്മാരായിരുന്നു. ഞാൻ ക്യാപ്റ്റനായിട്ടൊരു 10 കൊല്ലം വർക്ക് ചെയ്തിരുന്നു. അതായത് അതിൻ്റെ സ്ട്രോങ്ങായിട്ട് എൻ്റെ കൂടെ 10 ആളുണ്ടായിരുന്നു പണിക്ക്. സ്ട്രോങ്ങിന് അങ്ങനത്തെ പണിയൊന്നുമില്ല. ഈ കര പോയാൽ ഇതിൻ്റെ കടലാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയാക്കുന്ന പണിയാണ് ഉണ്ടാവുള്ളൂ. നമ്മൾ കടലിൽ പോയി കഴിഞ്ഞാലേ ചുറ്റുപാട് കടലാണ്, പിന്നെ കരയില്ല. സൂര്യാസ്തമയം, സൂര്യോദയം മാത്രമേ നമുക്ക് ലക്ഷ്യമുള്ളൂ. പിന്നെ ഇതിൻ്റെ കള്ളിയിൽ ഒരു വടക്ക് നോക്കി യന്ത്രമുണ്ട്, ഇത്ര ഉള്ള. ആ വടക്ക് നോക്കി യന്ത്രം നോക്കിയിട്ടാണ് പിന്നത്തെ പോക്കും വരവൊക്കെ. അറിയില്ലേ വടക്ക് നോക്കി യന്ത്രത്തിനാണ്? അത് തന്നെ കുമ്പാസ്. അതിൻ്റെ ചുരുക്കപ്പേരാണ് കുമ്പാസ്. ആയിരത്തി 1967 ഒരു ഏകദേശം 25 ആളുകൾ ഒന്നായിട്ട് ഒരു സീസണിൽ മരിച്ചിരുന്നു. അപകടത്തിൽപ്പെട്ടിട്ട് 25 ആളുകൾ. ദുൽദുൽ, വിജയമാല പ്രധാനമായിട്ട് ആ 2 പത്തേമാരികളിലാണ് 67 സംഭവിച്ചത്. ദുൽദുൽ, വിജയമാല എന്ന് പറയുന്ന 2 പത്തേമാരികളിലായിട്ട് മൊത്തം 25 ആളുകൾ മരണപ്പെട്ടു പോയിരിക്കുന്നു. ദുരിതങ്ങളെല്ലാം ഉണ്ട്. അത് കുറേ അപകടങ്ങൾ സംഭവിച്ചതിന് മുകളിൽ നാൾ തീർച്ചിട്ട് വെള്ളത്തിൽ പോകും. ആ വെള്ളത്തിൽ നാളെ അച്ചയിക്കാണ്ട് പോകും, 5 ആൾ ഇപ്പുറത്തേക്കും പോകും. അങ്ങനെ എത്രയോ സംഭവങ്ങളുണ്ടാകും. പട്ടാപ്പകൽ കപ്പൽ വന്നിട്ട് മഞ്ചിന് മുകളിൽ കയറി ചരിത്രമുണ്ട്. ഒരു കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു മരിപ്പോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് എമർജൻസി ആയിട്ട് കൊണ്ടുപോകാനും പറ്റില്ല. ചിലപ്പോൾ അവിടെ തന്നെ മയ്യത്ത് കടലിലേക്ക് കെട്ടി താത്തും. ഈ വെള്ളം പേമാരിയെല്ലാം വന്നു കഴിഞ്ഞാൽ അത് ഈ പെടൽ തന്നെ, രക്ഷപ്പെടാൻ യാതൊരു മാർഗ്ഗം ഉണ്ടാവില്ല. അത് ചിലപ്പോൾ കിട്ടിയപ്പോൾ നമ്മളൊരു ഇളയപ്പ ഇടിമിന്നലേറ്റിട്ട് ബോട്ടിൽ നിന്ന് തന്നെ സ്പോട്ടിൽ മരിച്ച്, കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. അങ്ങനെയുള്ളൊരു അനുഭവം ഇപ്പോൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പം കണ്ടമാനം പിന്നെ തൊഴിലാളികൾ പൊന്നാനിയിലുണ്ടായി, പത്തേമാരി തൊഴിലാളികൾ. മലബാറിൽ തന്നെ ഒരു ഹബ്ബായി മാറി. പിന്നെ ഈ പത്തേമാരി വ്യവസായത്തിന് വിഘ്നം സംഭവിക്കുന്നത്
കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ മധ്യത്തിൽ കർണാടകയിലെ ഉന്നാപുരം പാലം വന്നതോടുകൂടിയിട്ടാണ്. ഉന്നാപുരത്തൊരു പ്രത്യേക പാലം വന്നു. ആ പാലം വന്നതിന് ശേഷമാണ് ഇത് പിന്നെ ഈ പത്തേമാരി വ്യവസായം പിന്നോട്ടടിച്ചത്. ഈ പിന്നെ ഉന്നാപുരം പാലം വന്നതോടുകൂടി ട്രാൻസ്പോർട്ടേഷൻ വളരെ എളുപ്പത്തിലായി. ഒരു സ്പോട്ടിൽ നിന്ന് സാധനം എടുക്കുക, മറ്റൊരു സ്പോട്ടിലേക്ക് എത്തിക്കുക. അങ്ങനെ വളരെ എളുപ്പമായി. എളുപ്പമായത് മാത്രമല്ല ലാഭകരവുമായി, കുറേ കൂടെ തന്നെ സേഫ്റ്റി സുരക്ഷിതവുമായി. പല പ്രദേശങ്ങളിലും ഡച്ചുകാർ വരുമ്പോഴോ പോർച്ചുഗീസുകാർ വരുമ്പോഴോ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ വരുമ്പോഴൊക്കെ കച്ചവടത്തിൻ്റെ കേന്ദ്രങ്ങൾ മാറി മാറി വന്നിരുന്നു. പക്ഷേ പൊന്നാനി അങ്ങനെയല്ല. പൊന്നാനി എല്ലാവരും ഭരിച്ചപ്പോഴും പൊന്നാനിയുടെ കച്ചവട പ്രാധാന്യം ഏറെക്കാലം നിലനിന്നു. ഇനി ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിലും കച്ചവടത്തിൻ്റെ അലകും പിടിയൊക്കെ മാറിയെങ്കിലും പൊന്നാനി ഇപ്പോഴും അതിൻ്റേതായ രീതിയിൽ ചെറുതായിട്ടെങ്കിലും അവിടെ വ്യാപാരം നടക്കുന്നുണ്ട് എന്നതാണ് ശരി.